ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്നറിയോ? ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചക്കപ്പുട്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ വേണം, പിന്നെ പുട്ടുപൊടി നനച്ചത്, പിന്നെ നല്ല പഴുത്തും മധുരമുള്ള നല്ല ചക്കപ്പഴം അരിഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു പാത്രം തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാ നമ്മുടെ പുട്ടുണ്ടാക്കണ പാത്രമില്ലേ, അതിലുണ്ടാക്കിയാലും മതി. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു പാത്രം എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ടു. ദെൻ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ പുട്ടുപൊടി നനച്ചത് ഇട്ട് കൊടുത്തു. ദെൻ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ആ മധുരമുള്ള ചക്കപ്പഴം അരിഞ്ഞു വെച്ചതില്ലേ, അതങ്ങ് വിതറി ഇട്ട് കൊടുക്കണം. വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, വീണ്ടും ചക്കപ്പഴം അതിൻ്റെ മേളിലിടുക. അങ്ങനെ ഈ പാത്രം മൊത്തം ഫില്ലാവണ വരെ ഞാനത് ഇട്ട് കൊടുത്തു. ഇനി ഒരു തവണയും കൂടി പുട്ടുപൊടി ഇട്ടാൽ എൻ്റെ പാത്രം ഫില്ലാവും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ആവിയിൽ വെച്ചങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളും ഇതുപോലെ നല്ല ചക്കപ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ചക്കപ്പുട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ചക്കപ്പുട്ട് റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചക്കപ്പഴം കൂട്ടി തന്നെ ഇതങ്ങ് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്നതിന് താങ്ക് യു. നാളെ കാണാം. ഓക്കെ, ബൈ.